ഇന്നൊരു തക്കാളിക്കറി ആയാലോ? നേരെ വീഡിയോയിലേക്ക് പോവാം. കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം തക്കാളിയും സവാളയും പച്ചമുളകും ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. അല്പം നേരം അടച്ചു വെച്ച് വേവിക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. വീണ്ടും അല്പനേരം അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വീഡിയോയിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന് വേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. തക്കാളി അല്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അത് ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി വീണ്ടും ഇളക്കി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിൻ്റെ പ്രധാന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിലേക്ക് കടക്കാം. ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ തക്കാളിക്കറിയാണ് ഇന്ന് ഈ റെസിപ്പിയായി കാണിച്ചത്. മസ്റ്റ് ട്രൈ ആണേ. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.